അയ്യ ദാവണി ചുറ്റാൻ പറ്റിയൊരു കോലം, പാടത്തെ കോലം വെച്ച പോലെ ഉണ്ടാവും. അജന്ത അവളെ നോക്കി പൂജിച്ചു കൊണ്ട് പറഞ്ഞതും അവളങ്ങ് തുടങ്ങി. വേണ്ടായിരുന്നു, ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാ. ഓ, ഒരു വലിയ കോലുള്ള ഒരാളെ കണ്ടാലും മതി, എന്നെ പാടത്തെങ്കിലും വെക്കാം, നിന്നെ അതിനും കൊള്ളില്ലല്ലോ. ഡേയ് ഹിയടാ അജു, നീയെങ്കിലും ഒന്ന് അടങ്ങി നിൽക്ക്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പെങ്ങളെ കെട്ടിക്കണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാത്രം സൈലൻ്റായി മാറിയിരുന്നു. അപ്പോഴും കുരിപ്പ് അവിടെ തന്നെ നോക്കി തെറി വിളിക്കുക. എല്ലാത്തരം കളർ ഓരോന്നെടുത്തോ, നീ വീട്ടിൽ ചെന്ന് എന്താന്ന് വെച്ച് ചെയ്തോ, ദാവണി ഉണ്ട്, അത് വേണ്ടേ കളഞ്ഞോ. എന്നാലും പരാതി കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അമ്മ അതും പറഞ്ഞ് എല്ലാം എന്നെ ഏൽപ്പിച്ച് മുന്നിൽ നടന്നു. കുരിപ്പി യാതൊരു മാറ്റമില്ലാതെ കണ്ട ചെക്കന്മാരെ വായി നോക്കി നടക്കുക. അമ്മി ഞാൻ നോക്കി, എന്താ മൊഞ്ചല്ല ചെക്കൻ. ഞങ്ങളുടെ കൂടെ രണ്ടെണ്ണുണ്ട്, ഒരാൾ പോലും ഇതിനൊന്നും നോക്കൂല. അത് എല്ലാവർക്കും നിന്റെ സ്വഭാവമാണോ? നീ പോടാ, നിന്നോട് ഞാൻ പറഞ്ഞു. നീ എന്നെ പറ്റിയല്ലേ പറഞ്ഞത്, ഞാൻ രണ്ടാളെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവനറിയാം, അതുകൊണ്ടാ. ആമി അതും പറഞ്ഞ വണ്ടി കയറിയിരുന്നു. ഇതിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ബാപ്പച്ചി, എനിക്ക് ഫാൻസി കയറണം. ഇനി അതുണ്ടോ? ഇനി അവിടെയും കഴിയേണ്ടി വരുമാവോ? എൻ്റെ മോളെ, ഞാനിതിലിരിക്കാം, എന്നെ കൊണ്ട് ഒന്നിനും പയ്യ. നീ പോയി എന്താന്ന് വെച്ചാൽ വാങ്ങിയിട്ട് വാ. അങ്ങേര് കാറിലിരുന്നതും നമ്മളിപ്പോൾ എന്ത് ചെയ്യും പടച്ചോനെന്ന മട്ടിൽ നിന്നു. നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. എനിക്ക് കണ്ടാലേ പറയാൻ പറ്റൂ എന്നും പറഞ്ഞ് അമീനെയും കൂട്ടി അവളും നടന്നു. 1 മണിക്കൂർ കൊണ്ടെങ്കിലും അവൻ കൂടുതലുകൊണ്ട് മാത്രം ഇറങ്ങി കിട്ടി. അയ്യോ, മൈലാഞ്ചി വാങ്ങിയില്ല. നീയാ? അതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങി. ഇത് നിനക്കല്ല, എനിക്കാ. എനിക്ക് 2 കയ്യിലും കാലിലും മുട്ട് വരെ ഇടണം, അതിനൊരു 5-6 വേണം. ഇവളെയാണ് കെട്ട് ഇങ്ങനെ നടക്കാൻ. ഇതിൻ്റെ എങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താകുമായിരുന്നു? ആ അമ്മയുടെയും മോളെ ബാപ്പച്ചിൻ്റെയും അവസ്ഥ ഓർത്താ. എല്ലാം കഴിഞ്ഞല്ലോ പടച്ചോനെ എന്ന് ആശ്വസിച്ച് വണ്ടി എടുത്തതും ഇത്തിരി പോലും ആയില്ല, കുരിപ്പ് വീണ്ടും തുടങ്ങി. അമിക്ക, വണ്ടി ഏതെങ്കിലും വീണ്ടും മുന്നിൽ നിർത്തുവോ? അതെന്തിനാ? അതില്ലേ, എനിക്കില്ലേ എന്നും പറഞ്ഞ് ചെറുവിരൽ പൊക്കി കാണിച്ചതും എനിക്ക് നന്നായി ചിരി വന്നു. അനുഭവക്കെട്ടവള്. വീട്ടിലെത്തിയിട്ട് പോരെ? അത്രയ്ക്ക് സീരിയസാ? വീടെത്തുമ്പോൾ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓരോ കുഴി ചാടുമ്പോഴും എങ്ങനെ പിടിച്ചു വെക്കുന്നത് എനിക്കേ അറിയൂ. ഇല്ലാത്ത റിങ് വാങ്ങാൻ വേണ്ടി ആ ജ്വല്ലറിയിൽ 2-3 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ 4 തവണ വെള്ളം കൊണ്ടുവന്നു. ഒന്നുപോലും വെറുതെ കളതൊക്കെ കമിഴ്ന്നത് കണ്ടപ്പോഴേക്ക് തോന്നി ഇതിങ്ങനെ വരുമെന്ന്. അവി പല്ല് കടിച്ച് പിടിച്ച് അവളോട് പറയുമ്പോഴെല്ലാം അവൾ വയറും പിടിച്ചിരിപ്പാണ്. ഫ്രീ ആയിട്ടല്ല അവർ തരുന്നത്, അതുകൊണ്ടാ. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും കുടിക്കോ? അങ്ങനെയാണെങ്കിൽ ഇതിന് വേഷം കലക്കി കൊടുത്താലോ? എനിക്ക് ഇനിയും പിടിച്ചിക്കാൻ വയ്യ. ഇനി ഏതെങ്കിലും കുഴിയിലിട്ടാ ഉറപ്പാ. ഞാൻ ഞെട്ടിക്കൊണ്ട് വണ്ടി നിർത്തി. അവളടക്കം എല്ലാവരും ഒന്ന് നോക്കി. ഏതെങ്കിലും ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തിക്കോ അച്ചു. പഠിച്ചോനെ, ഒരു ഹോട്ടലിൽ പെട്ടെന്ന് കാണിക്കണേ. കുരിപ്പ് മനഃപൂർവ്വം പണി തരാനും പഠിക്കില്ല. ഹോട്ടൽ കണ്ടതും ഞാൻ ശ്വാസം വലിച്ചു വിട്ട് സൈഡ് ഒതുക്കി വണ്ടി നിർത്തി. അവളെ ഇറങ്ങിയതും അത് നോക്കി നിന്നു. അവേ, നീ തന്നെ ഒന്ന് കൂടച്ചില്ലേ, അല്ലെങ്കിൽ എന്താ ഇനി അവിടെ ഉണ്ടാക്കി വെക്കാന്ന് പറയാനാവില്ല. അവളുടെ ബാപ്പച്ചി അത് പറഞ്ഞതും മമ്മി ഇറങ്ങി. പാവം മനുഷ്യന് ഇങ്ങനത്തെ കിട്ടാനും വേണം യോഗം. അവർക്ക് പിന്നാലെ ഞാനും ഇറങ്ങി. അവളകത്തേക്ക് പോയതും മമ്മി മാറി നിന്ന് സിഗരറ്റ് എടുത്ത് അവൻ്റെ പണി തുടങ്ങി. ഇതൊക്കെയല്ലേ കൂടെയുള്ളത്, ഇങ്ങനെയൊക്കെ പറ്റൂ. ഞാൻ അകത്തേക്ക് നോക്കിയതും കണ്ടു കുരിപ്പ് കയ്യും കേക്കി അവിടെയുള്ള ചെയറിലിരിക്കുന്നു. ഇവള് ഫുഡ് എടുക്കാനാണോ വന്നേ? എടി, നീ ടോയ്ലറ്റിൽ പോകാനല്ലേ വന്നത്? ഞാനത് മറന്നു. ഹോട്ടലിൽ വന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്തു പോയി. ഇതിനേക്ക് ഓലൊക്കെ കൊണ്ട് അടിക്കാൻ ടൈം കഴിഞ്ഞു. അവൾ അവിടെ നിന്ന് ടോയ്ലറ്റിൽ പോയതും ഞാൻ തിരിച്ചു വരുമ്പോഴും വീണ്ടും ഇതേ അവസ്ഥയാവുമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിന്നു. അമിക്ക, എനിക്ക് ബിരിയാണി വേണം. അവിടെ നല്ല ബിരിയാണി ഉണ്ട്, എല്ലാവരും കഴിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എന്താ ഒരു സ്മെല്ല്? വല്ല പാട്ടിയുടെ ജന്മമാണത്. അവളെ വാശിക്ക് മുന്നിൽ എല്ലാവരും അകത്തേക്ക് കയറിയിരുന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. കുരിപ്പ് പോഴും അടാറ വായി നോട്ടാണ്. എനിക്ക് ലെഗ് പീസില്ല. കൊണ്ടുവച്ച പാട് അവളതൊന്ന് തോണ്ടി ഇളക്കി പറയുന്നത് കേട്ട് കയ്യിലെടുത്ത ചോറ് സ്ലിപ്പായി ആ പ്ലേറ്റിൽ തന്നെ വീണു. അമിയൊന്ന് നോക്കിയതും അവൻ ഇടിച്ചു തന്നു. കുരിപ്പ് നോക്കുന്നതേ എൻ്റെ പ്ലേറ്റിലുള്ളതാണ്. ദൈവമേ, ഇങ്ങനെയുള്ളതിന് ആദ്യമായിട്ടും അവസാനമായിട്ടാണ് കാണുന്നത്. ഞാൻ ലെഗ് പീസ് എടുത്ത് അതിന് കൊടുത്തതും അവളത് കടിച്ചു പറിച്ച് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും സൈലന്റ് ആയിരുന്നു കഴിക്കാൻ തുടങ്ങിയെങ്കിലും അതിന്റെ കഴിപ്പ് കണ്ട് ഞാൻ കണ്ണും തള്ളിയിരുന്നു. എല്ലാവരും ഇതൊക്കെ എന്തെന്ന പോലെയാണ് ഇരിപ്പ്. ഈ കഴിക്കുന്നൊന്നും ദേഹത്ത് കാണുന്നില്ലല്ലോ, എവിടെ പോണോ എന്തോ. ആ പാവ മനുഷ്യന് ചിക്കൻ പീസ് വരെ ആ വയറ്റിലായി. ദൈവമേ, ഇനി ഞങ്ങളെ കൂടെ പിടിച്ച് തിന്നുവോ? എല്ലാ ക്ഷണവും വണ്ടിയിൽ കയറിയപ്പാടെ ഉറങ്ങി തീർത്തു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആശ്വസിച്ചു. മോളെ, വീടെത്തി, എണീക്ക്. കുറച്ചുകൂടെ ഉറങ്ങണ്ട ബാപ്പച്ചി. ഒറ്റ ചവിട്ട് കൊടുത്ത് വെളിയിലിടാനാണ് എനിക്ക് തോന്നി. ഇറങ്ങി പൊടി എൻ്റെ വണ്ടിന്ന്. അവളെ ബാപ്പച്ചി അകത്തേക്ക് കയറിപ്പോയത് ഞാൻ അലറി.
അത് കേട്ട് കുരുപ്പ് ഞെട്ടിയണീറ്റ് എന്നെ തുറച്ചു നോക്കി. ഈ പാട്ട വണ്ടി നാളെ പൊട്ടിപ്പൊളിഞ്ഞ് പോകണേ പടച്ചോനെ എന്നും പ്രാർത്ഥിച്ച് കുരുപ്പ് വണ്ടി നോക്കി ചവിട്ടും കൊടുത്ത് ഇറങ്ങിപ്പോയി. കരുത്താക്കാണോ പടച്ചോനെ? അങ്ങനെയാണെങ്കിലും വണ്ടി ഇനി നോക്കണ്ട. ആമി അകത്തേക്ക് ക്ഷണിച്ചുവെങ്കിലും ഇനി ഒന്നും കാണാനും കേൾക്കാനും ശക്തിയില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടു. ഡ്രസ്സ് ഒന്നും കൊള്ളില്ല. അതെങ്ങനെ? 2 കഴുതുകളല്ലേ സെലക്ഷന്? അന്ന് ഞാൻ മാത്രമാവും കൊള്ളാത്ത ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മിൻ്റെ ഡ്രസ്സ് എടുത്ത് ഓട്ടം ഉണ്ടാക്കി വെക്കാം. നേരെ കുമ്മമാരെന്ന് സഹായിച്ചാലെന്നാ? വെറുതെ ഇരിക്കുന്നത് കൊണ്ടാ വേണ്ടാത്തവരൊന്നും തോന്നുന്നത്. നേരെ വേണം ആലോചിക്കാൻ പോലും വിടില്ല തെണ്ടി. ഓൻ്റെ ഓളോട് പറയട്ടെ എന്നെ കിട്ടില്ല പണിയെടുക്കാനൊന്നും. എന്നിട്ട് വേണം ഞാൻ പട്ടിണിയാവാൻ. ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല, എവിടെയെങ്കിലും നാടെങ്കിൽ ഇരുന്നാൽ മതിയായിരുന്നു. ദേ ബാബജി, നിങ്ങളൊക്കെ പറച്ചിൽ കേട്ട തോന്നുമല്ലോ വല്ല ഭ്രാന്ത് പിടിച്ച കോച്ചിനെ പറ്റി ഈ പറയുന്നെന്ന്. ഭ്രാന്ത് നിനക്ക് ഇല്ലെന്നല്ലേ ഉള്ളൂ. നിന്റെ കൂടെ ഒരു ദിവസം നിന്നാ ഭ്രാന്ത് ഞങ്ങൾക്കാവും. എൻ്റെ വേലൊക്കത്തിനും മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാം, എന്താണെങ്കിലും എന്നെ പിടിച്ച് കെട്ടിക്കും. ഞാൻ കിച്ചണിൽ ചെന്നെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്നൊരു നോട്ടം പോലും ഇല്ല. ഓയ് ഇങ്ങ് താവും പറ്റി, ഞാൻ പപ്പടം ചുട്ടെടുക്കാം. നിനക്ക് തിന്നാനാണെങ്കിലേ അവിടെ നിർത്തി തിന്നോ. അതിനു വേണ്ടി ആവാത്ത പണിക്ക് നിൽക്കണ്ട. എനിക്ക് തിന്നാനൊന്നുമല്ല, ഉമ്മച്ചി സഹായിക്കാന്ന് കരുതി വന്നതാ. അമ്മി തേങ്ങ ചിരിക്കുന്നത് നിർത്തി എന്നെ ഒന്ന് നോക്കി. ഉമ്മച്ചിയും മുതും ഒരുപോലെ കണ്ണു വെച്ച് നിൽക്കുക. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ തന്നേ. എടി കായ് പൊള്ളിക്കല്ലേ. ഞാൻ ചൂടായി വന്ന എണ്ണയിലൊരു പപ്പടം എടുത്തിട്ടു. അല്ല ഉമ്മച്ചി, ഇത് എങ്ങനെയാ എടുക്കുന്നേ? ദേ ഈ ഇരിക്കൽ കൊണ്ട് എടുത്താൽ മതി. ഇത് വേണ്ടായിരുന്നു, തേങ്ങ ചിരവം പോയാൽ മതിയായിരുന്നു. ഇത് വല്ലാതെ റിസ്ക് ആണ്. ഹായ് ഉമ്മച്ചി, കണ്ടോ പാപ്പട പൊങ്ങി വരുന്നത്? നിങ്ങളാണെങ്കിൽ കാണായിരുന്നു. അതിനൊരു ഹോളിട്ട് കൊടുത്താൽ മതി. അത് പൊങ്ങില്ല. പൊങ്ങിയാൽ കഴിക്കാൻ കൊള്ളില്ല. എനിക്ക് കഴിക്കാൻ കൊള്ളുന്നുണ്ടല്ലോ. ഞാൻ പപ്പടം എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും ഉമ്മച്ചി എടുത്തത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. ഞാനല്ല ചുട്ടെടുത്തത്. അങ്ങനെ പപ്പടം ചുടൽ പഠിച്ചു. വലിയ ജാടയിട്ട ഫുഡ് കഴിക്കാനിരുന്നത്. ഹായ്, ഞാനുണ്ടാക്കിയ ഒന്നെങ്കിലും ഉണ്ടല്ലോ. ഹായ് പാപ്പച്ചി, പപ്പടം നല്ല ടേസ്റ്റ് ഇല്ലേ? ഞാനാ ചുട്ടെടുത്തത്. അത് എണ്ണയിലിട്ടതിനാണോ ഈ നെകളിപ്പ്? കേട്ടാ തോന്നി പപ്പടം മൊത്തത്തിലുണ്ടാക്കിയത് നീയാണ്. ഈ തിണ്ടി അമ്മയ്ക്ക് എൻ്റെ കോൺഫിഡൻസ് കളയും. ഓനെ നോക്കി പുച്ഛിച്ച് ഞാൻ ഫുഡ് കഴിച്ചു. നാളെ എന്തെങ്കിലും ഉണ്ടാക്കണം. പിറ്റേന്ന് കാലത്തന്നെ കിച്ചണിൽ കയറി. ഇന്നിപ്പോ ഊരിയാണോ? എന്താ നിനക്ക് വേണ്ടേ? ഏയ് വേണ്ടാതെ പിന്നെ. ഇതും പപ്പടം പോലെ എണ്ണയിലിട്ടാ പോരെ, ഞാനുണ്ടാക്കാം. അങ്ങനെ അതും പഠിച്ചു. ഞാൻ പൂരിയെടുത്ത് എണ്ണയിലിട്ടതും പൊങ്ങി വന്നു. ഉമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ നല്ലൊരു ഹോളിട്ടു. ഇനി പൊങ്ങി വരില്ല. അയ്യേ എടി, നീ എന്തിനാ അതെല്ലാം ഹോളിട്ട് വെക്കുന്നത്? ഇങ്ങനല്ല പറഞ്ഞത് പൊങ്ങി വരാതിരിക്കാൻ ഹോളിടണമെന്ന്. എടി അത് പപ്പടല്ലേ, അതുപോലെയാണ് പൂരി. ഇത് പൊങ്ങിയില്ലെങ്കിൽ കഴിക്കാൻ കൊള്ളില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തതല്ല തെറ്റ്. അമ്മ എന്നെ നോക്കി നല്ലോണം ചിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ചായ ഉണ്ടാക്കാം. അത് വേണോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് പരാതി. ഇപ്പൊ ചെയ്യാനും വിടില്ലേ? പാല്, പഞ്ചസാര, ചായപ്പൊടി, വെള്ളം, പാന് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇനി അത് മാറിപ്പോയെന്ന് പറയണ്ട. ഇത് എത്ര ഇടണമെന്ന് കൂടി പറഞ്ഞു തന്നിട്ട് പോക്കൂടെ? ഞാനങ്ങനെ നീണ്ട ആലോചനയിൽ നിൽക്കുമ്പോഴാണ് വണ്ടി വരുന്ന സൗണ്ട് കേട്ടത്. ഹായ്, പന്തല് പണിക്കാരാണല്ലോ പഠിച്ചോനെ. അത് കാണാൻ നല്ല മൊഞ്ച ചെക്കന്മാര്. ഉമ്മച്ചി, ഇന്ന് ഞാൻ തളർന്നു ഉമ്മച്ചി, ചായ നാളെ ഇടാട്ടോ എന്നും പറഞ്ഞ് മോളിൽ കയറിപ്പോയി അവരെ പണി നോക്കി നിന്നു. അല്ലെങ്കിൽ ഫുഡിലല്ല നമ്മളെ കഴിവുള്ളത്, വേറെ എന്തിലാണ്? അത് കണ്ടുപിടിക്കണം. ഇന്നാണ് നമ്മൾ അമ്മയുടെ മൈലാഞ്ചിരാവ്. കോഴി കൂവിയപ്പോൾ തന്നെ എണീറ്റു. കുളിയൊക്കെ കഴിഞ്ഞു. അമ്മയാണെങ്കിൽ തറയിലൊന്നുമല്ല, ബെഡിലിരുന്ന് ഓനോട് ഒലിപ്പിച്ചോട് വിടുന്നുണ്ട്. എടി ഇന്ന് ഈ ഡ്രസ്സ് ഇടല്ലേ? ഞാനുള്ള ഡ്രസ്സ് മുഴുവൻ പൊക്കി പിടിച്ചോളോട് ചോദിച്ചു. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇട്ടോ, എന്നോട് നിന്നെ ചോദിക്കുന്നേ. ഇന്നും കൂടിയല്ലേ എൻ്റെ കൂടെയുള്ളൂ. ഇത്തിരി സ്നേഹം കാണിച്ചാൽ അത് തെണ്ടിക്ക് ഒരു ചവിട്ട് കൊടുത്ത് താഴെ ഇട്ടാലോ? നിനക്ക് ആകെയുള്ളൊരു അനിയത്തിയല്ലേ ഞാൻ. ഇന്നും കൂടിയല്ലേ ഞാൻ നിന്റെ കൂടെയുള്ളൂ. നീ ഇപ്പം ഇങ്ങനെ പഞ്ചാരിക്കുന്നത് തന്നെ എനിക്ക് കിട്ടിയ തല്ലും പാടുകൊണ്ടാ. അത് മറക്കണ്ട. അതിന് ഒന്നുമില്ല. ഞാൻ പിന്നെ കുരിപ്പിനൊന്നും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെയാണെങ്കിൽ ഓളെ പ്രേമം പറയേണ്ടിയിരുന്നില്ല. ഞാൻ റെഡിയായി ഇറങ്ങിയതും അമ്മയുണ്ട് തിളങ്ങി നിൽക്കുന്നു. ഓളെ ലെഹങ്കയൊക്കെ കണ്ട് ഞാൻ കണ്ണു പിടിച്ച് നോക്കുന്നു. ഇത് എവിടെ വെച്ചിരുന്നതാവോ? കണ്ടില്ലല്ലോ ഞാൻ. എന്നെ നീയെക്കുട്ടി ഇങ്ങനെ വന്നേ. പെട്ടെന്ന് എന്തു പറ്റി? വല്ല സിബിട്ട് കൊടുക്കാനാവും. കണ്ണടക്ക്. ഏയ് അത് വേണ്ട, നിനക്കിനെ തള്ളിയിടാനാവും. ഒന്ന് പോടി. നീയല്ല ഞാൻ. ഇതല്ലാനാണോ? ഞാൻ കണ്ണടച്ച് നിന്നു. ഒരിതിനു വേണ്ടി ഒന്ന് ഇടക്ക് നോക്കി. ബുദ്ധിയില്ലാത്ത കൊച്ചാ, ചിലപ്പോൾ വല്ലതും അറിഞ്ഞ് തല്ലിക്കൊല്ലാനാവും.
അവള് ഷെൽഫിൽ നിന്ന് ഒരു കവർ എടുത്ത് എന്റെ കയ്യിൽ തന്നതും ഞാൻ ആകാംക്ഷ കൊണ്ട് അപ്പൊ തന്നെ കണ്ണു തുറന്നത് നോക്കി.